വ്രണിത ഹൃദയങ്ങളുടെ ശ്യാമരക്തം പുരണ്ട ജീർണമാലിന്യങ്ങളുടെ നെയ്പാട കലങ്ങിയ ആത്മനൊമ്പരങ്ങളുടെ അഗ്നിദ്രാവകങ്ങളിലൂടെ സഞ്ചരിച്ച് വിദ്അത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്തെറിഞ്ഞ് വിജയത്തിന്റെ സോപാനങ്ങൾ കൈയടക്കിയ ഇതിഹാസ പുരുഷൻ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ നമ്മെ സംബോധന ചെയ്യുന്നു. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وأصحابه الذين جاءوا هداة للمتقين. أما بعد فيا إخوة الإسلام إن الله سبحانه وتعالى أرسل إلى هذا العالم الأنبياء والرسل. تلك الرسل فضلنا بعضهم على بعض وخاتم الأنبياء والمرسلين سيدنا محمد صلى الله عليه وسلم أفضل الأنبياء والمرسلين على الإطلاق وهو رحمة للعالمين وهو رحمة للإنسان وهو رحمة للحيوان وهو رحمة للجمادات وهو رحمة للشجر والحجر والمدر وهو رحمة للعالمين. قال الله سبحانه وتعالى وما أرسلناك إلا رحمة للعالمين. المسلمون في أقطار الأرض من مغربها إلى مشرقها من جنوبها إلى شمالها يحتفلون بميلاد الحبيب صلى الله عليه وسلم ويتعظون بمحاسنه وشمائله وأخلاقه الحميدة. الحمد لله ثم الحمد لله عندما يحتفل المسلمون في جميع أقطار الأرض يحتفل
الجالية الهندية المليبارية في دبي بمساعدة ومسامحة وتصريح من مسؤول هذه البلاد الطيبة. نشكر الله ونحمده على هذه النعمة الجليلة، ونحمد ثانيا سمو الشيخ محمد بن راشد آل مكتوم حاكم دبي، ونشكر سائر أهل دبي حكومة وشعبا على أن منحوا لنا هذه الفرصة الطيبة لإظهار الفرح والسرور بميلاد الحبيب صلى الله عليه وسلم، ولبيان وشرح شمائله المصطفى صلى الله عليه وسلم، ليتحسى الناس بأخلاقه الحميدة ويقتدون بسيرته المعروفة المشهورة الكاملة. والحمد لله رب العالمين، وشكرا، والسلام عليكم ورحمة الله تعالى وبركاته. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതങ്ങൾ, റബീഉൽ അവ്വലിന്റെ സമാപനത്തോടുകൂടെയാണ് ഇവിടെ നബിദിന പ്രോഗ്രാം നടക്കുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്താൻ ഹീനമായ വാക്കുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്യാനും കാർട്ടൂണുകളും പത്രങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം ലോകം സടകുടങ്ങി എഴുന്നേറ്റ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും പ്രശംസകളും പദ്യങ്ങളും ഗദ്യങ്ങളുമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ 9 മുതൽ 12 കൂടിയ ദിവസങ്ങളിൽ ഞാൻ ഈജിപ്തിലായിരുന്നു. ഈജിപ്തിന്റെ തലസ്ഥാനത്ത് നബിദിന സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന മഹാ സദസ്സിൽ
UAE-യുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ 88 രാഷ്ട്രത്തിൽ നിന്ന് മന്ത്രിമാരും പണ്ഡിതന്മാരും പ്രവർത്തകരും ആ നബിദിന സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്, വറഫഅനാ ലക ദിക്റക. അല്ലാഹുവിന്റെ ഹബീബിന് വഹി വന്നതിന് ശേഷം അല്പകാലത്തേക്ക് വഹി വരാതെയായി. ആ സമയത്ത് ശത്രുക്കൾ സന്തോഷിക്കുകയും മുഹമ്മദിനെ അല്ലാഹു ഉപേക്ഷിച്ചിരിക്കുന്നു, അല്ലാഹു കോപിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് വഹി നിർത്തിക്കളഞ്ഞത് എന്ന് ആരോപണം പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് മറുപടിയായി പറയുന്നു, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങേ അല്ലാഹു ഉപേക്ഷിച്ചിട്ടില്ല, അല്ലാഹു തങ്ങളോട് കോപിച്ചിട്ടും ഇല്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവ്, തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുകയും അവിടുന്ന് പൊരുത്തപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്ത് അവിടുന്ന് ദരിദ്രനായിരുന്നില്ലേ, പിന്നീട് അല്ലാഹു അവിടത്തെ ഐശ്വര്യമുള്ള ആളാക്കി തീർത്തു. തങ്ങൾ യതീമായിരുന്നില്ലേ, അപ്പോൾ തങ്ങളെ അഭയം തേടാൻ സ്ഥലം അല്ലാഹു തന്നില്ലേ. തങ്ങൾക്ക് പണ്ട് നുബുവത്തും റിസാലത്തും ഉണ്ടായിരുന്നില്ല. പണ്ട് റിസാലത്തില്ലാത്ത നുബുവത്തില്ലാത്ത വ്യക്തിയായിരുന്നുവല്ലോ, പിന്നീട് ആ റിസാലത്തിലേക്കും നുബുവത്തിലേക്കും തങ്ങൾ നാം ഹിദായത്ത് ആക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തുടർന്ന സൂറത്തിൽ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സൂറത്തിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശംസ തന്നെ, അത് തങ്ങളുടെ ശത്രുക്കളുടെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞുകൊണ്ടാണ്. തങ്ങളുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, തങ്ങളുടെ റബ്ബ് തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടില്ല, ഒരിക്കലും അല്ലാഹു തങ്ങളെ ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത് ഞാനിപ്പോൾ വിവരിച്ചതുപോലെ, അലം യജിദ്ക യതീമൻ ഫആവാ. യതീമായിരുന്നുവല്ലോ, ആ സമയത്ത് തങ്ങളെ സംരക്ഷിക്കാൻ ആളുകളെ അല്ലാഹു നിശ്ചയിച്ചു. ദരിദ്രനായിരുന്നു, ഐശ്വര്യം അല്ലാഹു തന്നു. വവജദക ളാല്ലൻ, നുബുവത്തും റിസാലത്തും ഇല്ലാത്ത ആളും അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്ന ആളും അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് സർവസ്വത്തെയും മറന്നുപോയ ആളുമായിരുന്നു തങ്ങൾ പണ്ട് തന്നെ. ഫഹദ,
അതുകൊണ്ട് തങ്ങൾ അല്ലാഹുവിൽ ലയിക്കുകയും അല്ലാഹുവല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും മറക്കുകയും ചെയ്ത പൂർണ്ണ വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ഫഹദ, ആ പൂർണ്ണതയിൽ പിന്നെയും പൂർണ്ണതയുള്ള നുബുവത്തിലേക്കും റിസാലത്തിലേക്കും തങ്ങളെ നാം ഹിദായത്താക്കുകയും ചെയ്തുവല്ലോ. അതുകൊണ്ട് തങ്ങൾക്ക് അല്ലാഹു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തതുകൊണ്ട് പ്രധാനമായ ഒരു കാര്യം അങ്ങയോട് അല്ലാഹു പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനെ തങ്ങൾ ഒരിക്കലും കൈവിടരുത് കേട്ടോ. യതീമുകളെ എപ്പോഴും സംരക്ഷിക്കണം, യതീമുകളെ കൈവിടരുത്. വഅമ്മസ്സായില ഫലാ തൻഹർ, അങ്ങയുടെ ഹദറത്തിലേക്ക് ചോദിച്ചു വരുന്ന ആളുകൾ, അത് ദുനിയാവ് ചോദിച്ചു വന്നാലും ശരി, ആഖിറത്തിലേക്ക് രക്ഷയുടെ കാര്യങ്ങൾ ചോദിച്ചു വന്നാലും ശരി, അവരോടൊന്നും ദേഷ്യപ്പെടരുത്, അവനെ ഉപേക്ഷിക്കരുത്, അവനോട് കൈവിടരുത്. രണ്ട് പ്രധാനപ്പെട്ട ഉപദേശം. ഒന്ന്, യതീമുകളെ കൈവിടരുത്. രണ്ടാമത്തത്, അങ്ങയോട് ചോദിച്ചു വരുന്നവർ, കാശ് ചോദിച്ചു വരുന്നവരുണ്ടാകും, വീട് ചോദിച്ചു വരുന്നവരുണ്ടാകും, മറ്റ് ഭൗതികമായ നേട്ടങ്ങൾ ചോദിച്ചു വരുന്നവരുണ്ടാകും, പരലോകത്തിന്റെ നേട്ടം ചോദിച്ചു വരുന്നവരുണ്ടാകും. ഏത് ചോദിക്കാൻ വന്നാലും ആ ചോദിക്കുന്ന ആളുകളെ തങ്ങൾ കൈവിടരുത്, അവരോട് തങ്ങൾ ദേഷ്യപ്പെടരുത്, തങ്ങൾ അവരോട് ഗൗരവമായി നേരിടരുത്. വളരെ സൗമ്യമായി അവരോട് നേരിട്ട് കൊള്ളണം. തങ്ങളോട് പണം ചോദിക്കാൻ വരുന്ന ആളാണോ, തങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും അവരെ സമാധാനിപ്പിച്ചു വിടണം. തങ്ങൾ ഒരിക്കലും അവരോട് മനുഷ്യത്വരഹിതമായ ചീത്ത സ്വഭാവത്തിൽ ബന്ധപ്പെട്ടു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചുകൊണ്ട് പിന്നെയും അല്ലാഹു ചോദിക്കുന്നു, അലം നശ്റഹ് ലക സദ്റക്, ഓ ഹബീബായ നബിയെ, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇന്ന് മുസ്ലിം സമുദായം എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മദ്ഹ് പ്രഭാഷണങ്ങളും ഹുബ്ബുർ റസൂൽ കോൺഫറൻസുകളും സംഘടിപ്പിക്കാൻ കാരണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുരുക്കി കാണിക്കുന്ന ചിലരുണ്ട്. ആ ചുരുക്കി കാണിക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന നിലക്ക് അങ്ങയുടെ പ്രശംസയും പ്രകീർത്തനവും എന്നും ഉയർന്ന നിലയിൽ തന്നെ നാം ആക്കിയിരിക്കുന്നു. അങ്ങയെപ്പോലെ പ്രശംസിക്കപ്പെടുന്ന, അങ്ങയെപ്പോലെ പ്രകീർത്തിക്കപ്പെടുന്ന, അങ്ങയെപ്പോലെ സ്തുതിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ ലോകത്ത് ഇല്ലാത്ത വിധം അതുല്യരായ നിലയിൽ അങ്ങയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം മുഴുക്കെ റസൂലുള്ളാഹിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12ാമത്തെ രാത്രിയും സുബഹി ഫജ്റിന്റെ ശേഷവും മദീന മുനവ്വറയിൽ മദീന ഔഖാഫിന്റെ ബിൽഡിംഗിന്റെ 6ാമത്തെ നിലയിൽ വെച്ച് നടത്തിയ മൗലിദിൽ ഏകദേശം 5000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. മദീന മുനവ്വറയിൽ ഈ വർഷം പരിശുദ്ധ മക്കയിൽ എല്ലാ സ്ഥലത്തും ജോർദാൻ രാജാവ് ഏറ്റവും സാധുവായ എനിക്ക് പ്രശംസ അറിയിച്ചുകൊണ്ട് കത്തയച്ചു.
അദ്ദേഹത്തിന്റെ സ്വന്തം ലെറ്റർ പേഡിൽ അച്ചടിച്ച് അദ്ദേഹത്തിന്റെ രാജാവ് തന്നെ ഒപ്പിട്ടുകൊണ്ട് എനിക്ക് കത്തയച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി അങ്ങകളെ കാർട്ടൂൺ വരച്ചപ്പോഴും ലേഖനമെഴുതിയപ്പോഴും പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് പാപ്പയുടെ പ്രഖ്യാപനമുണ്ടായപ്പോഴും നിങ്ങൾ ലോക പണ്ഡിതന്മാരോടൊപ്പം ചേർന്ന് ഇതിനെ മാന്യമായ നിലയിൽ എതിർക്കുകയും നേരിടുകയും ചെയ്തതിൽ എന്റെയും എന്റെ രാഷ്ട്രത്തിന്റെയും നന്ദി നിങ്ങൾക്കറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോർഡാൻ രാജാവ് വിനീതനായ എനിക്ക് കത്തയച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡൽഹി അംബാസിഡർ എന്നെ കാണണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിൽ പോയി കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, രാജാവിന്റെ പ്രത്യേക നിർദ്ദേശമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതുവിധ സഹായം വേണമെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തിനും പ്രശംസക്കും ആവശ്യമായ മുഴുവൻ സഹായങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു തരുമെന്ന് രാജാവ് അറിയിച്ചിട്ടുണ്ട് എന്ന്. മാന്യമുഅ്മിനുകളെ, ഞാൻ ഇതൊരു അഹങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല, അലങ്കാര വാക്കായി പറയുന്നതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുല്യരായ വ്യക്തിയാണല്ലോ. ലോകത്ത് അവിടുത്തോട് തുല്യമായ ഒരു മനുഷ്യൻ വന്നിട്ടില്ല. ഒരു വ്യക്തിയുടെ കഴിവ്, സ്ഥാനം എന്തുകൊണ്ടാണ് അറിവുള്ള ആളുകളെ നാം ബഹുമാനിക്കുന്നത്? അറിവുള്ള ആളെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹം പണക്കാരനാണോ ദരിദ്രനാണോ, വെളുത്തവനാണോ കറുത്തവനാണോ, അറബിയാണോ അനറബിയാണോ എന്ന നോട്ടമില്ല. അറിവിന്റെ അടിസ്ഥാനത്തിൽ നാം ബഹുമാനിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ് എന്താണ്? അല്ലാമ റൂമി റളിയല്ലാഹു അൻഹു ഫാർസി ഭാഷയിൽ അശ്ശമാഇലുൽ മുഹമ്മദിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഫാർസി ഭാഷയിൽ. അത് ഉറുദു, അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടും ഉണ്ട്. അതിൽ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദാഹരണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, കടലിൽ ഒരു ചെറിയ സൂചിയെടുത്ത് കുത്തുക. കടൽ, സമുദ്രത്തിൽ ഒരു ചെറിയ സൂചിയെടുത്ത് കുത്തുക. ആ സൂചിയിൽ എത്ര വെള്ളം പിടിക്കുന്നുവോ അത്രയും അറിവാണ് 1,74,000 പരം വരുന്ന അംബിയ മുർസലുകൾക്കും ലോകമെങ്ങുമുള്ള ഔലിയാക്കൾക്കും മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു കൊടുത്തത്. ബാക്കി സമുദ്രത്തിലുള്ള വെള്ളത്തോട് തുല്യമായ അറിവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ്. ഈ വിഷയത്തിലേക്ക് ഇമാം ബൂസരി തങ്ങൾ വിരൽ ചൂണ്ടി وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديب. മുഴുവൻ നബിയ മുർസലുകളും മുഴുവൻ ഔലിയാക്കളും മുഴുവൻ സ്വാലിഹീങ്ങളും ആ കടലിൽ നിന്ന് തെറിക്കുന്ന, ഇങ്ങനെ കൈകൊണ്ട് തൊട്ടാൽ
തെറിക്കുന്ന ഒരു തുള്ളി വെള്ളത്തോട് തുല്യമായ അറിവ് മാത്രമാണ് നൽകപ്പെട്ടത്. ബാക്കി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് നൽകിയത്. ഈ വിഷയത്തിലേക്ക് ഖുർആൻ സൂചിപ്പിക്കുന്നു, അലം നശ്റഹ് ലക സദ്റക. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ? ഒരു കറക്റ്റ് വെക്കാതെ, ലിമിറ്റ് വെക്കാതെ, അതിർത്തി വെക്കാതെ അങ്ങയുടെ ഖൽബ് നാം വിശാലമാക്കി തന്നു. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരുട്ട് സമയത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചാൽ ഇരുട്ട് അവിടെ നിന്ന് അല്പം അങ്ങോട്ട് മാറി നിൽക്കും. കുറച്ചു കഴിഞ്ഞ് ഒരു പെട്രോൾ വെച്ച് കത്തിച്ചാൽ ഇരുട്ട് കുറച്ചുകൂടി അങ്ങോട്ട് മാറി നിൽക്കും. അത് കഴിഞ്ഞ് ഈ കാണുന്ന ഹലോജൻ ബൾബുകൾ കത്തിക്കുമ്പോൾ ഇരുട്ട് കുറെ കൂടി മാറി നിൽക്കുന്നു. അങ്ങനെ പോയി നേരം വെളുത്ത് സൂര്യൻ എന്ന് ഉദിക്കുമ്പോൾ പിന്നെ ഇരുട്ട് എവിടെ പോയി എന്ന് കാണാനില്ല. ലോകം പിടിക്ക് വെളുത്തുപോയി. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിന് പ്രത്യേകമായ പരിധിയില്ല. എല്ലാ സ്ഥലത്തും അവിടുത്തെ ഖൽബിന്റെ വിശാലത തന്നെ. അതുകൊണ്ട് തന്നെ ഇമാം മൂസലി തങ്ങൾ മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിനെ സംബന്ധിച്ച് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അല്ലയോ ഹബീബ്, അങ്ങയുടെ കാരണം കൊണ്ടാണല്ലോ ഭൗതിക ലോകവും പാരത്രിക ലോകവും ഉണ്ടായത്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂദിൽ കലം കൊണ്ട് എഴുതപ്പെട്ട അറിവുകൾ മുഴുവനും അങ്ങയുടെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ ഇൽമ് മാത്രമാണ് നബിയേ. എന്താണ് പറഞ്ഞത്? മാ മിൻ റബ്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബ്. ഒരു ഉണക്കയും ഒരു പച്ചയും എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഉള്ള ഒരു ചെറിയ കാര്യങ്ങൾ പോലും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെടാതെ ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും, ഈ ദുനിയാവിൽ ജനിച്ചു വളരുന്ന മുഴുവൻ മനുഷ്യരുടെയും, ഇവിടെ മുളക്കുന്ന ചെടികളുടെയും, ഇവിടുത്തെ കടലിലുള്ള മത്സ്യങ്ങളുടെയും, അങ്ങനെ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പരലോകത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ അതും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിന്റെ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അമേരിക്കക്കാരന്റെ അപ്പോളോ 10 ചന്ദ്രനിൽ പോയി ഇറങ്ങി തിരിച്ചു വന്നു എന്നവകാശപ്പെട്ട ഡോക്ടർ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്വീകരണ യോഗത്തിൽ, ഞാൻ ചന്ദ്രനിൽ ഇറങ്ങി എന്റെ ദൂരദർശിനി വെച്ചുകൊണ്ട് മേൽപോട്ട് നോക്കിയപ്പോൾ മണിക്കൂർ കൊണ്ട് 50,000 കിലോമീറ്റർ ഓടുന്ന അപ്പോളോ വാഹനം കൊണ്ട് ഇനി 100 കൊല്ലം ഓടിയാലും എത്താൻ കഴിയാത്ത അത്രയും വിദൂരമായ സ്ഥലത്ത് ചില അത്ഭുത വസ്തുക്കൾ കണ്ടു എന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞതായി ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ചന്ദ്രനിൽ പോയി ഇറങ്ങി എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് ശാസ്ത്രജ്ഞന്മാര് തന്നെ
നീൽ ആംസ്ട്രോങ് അന്ന് ശാസ്ത്രജ്ഞൻ ചന്ദ്രനിലെത്തിയിട്ടില്ല, അതിന്റെ ഇപ്പുറത്തു നിന്ന് മടങ്ങിപ്പോകുന്നതാണെന്ന് വളരെ വ്യക്തമായി അതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ആ ചന്ദ്രനും സൂര്യനും ചൊവ്വയും ബുധനും മറ്റ് നക്ഷത്രഗോളങ്ങളും എല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. വകദാലിക നുരി ഇബ്രാഹിം മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. അല്ലാഹുവിന്റെ അസ്തിത്വത്തെയും അല്ലാഹുവിന്റെ വജൂദിനെയും അല്ലാഹുവിന്റെ ഏകത്വത്തെയും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിരവധി നിരവധി ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം കൊടുത്തതുപോലെ ഇബ്രാഹിം നബിയുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. മലകൂതസ് സമാവാതി വൽ അർളി, 7 ആകാശങ്ങളിലും ഭൂമിയിലും മറഞ്ഞുകിടക്കുന്ന അദൃശ്യമായ മുഴുവൻ അത്ഭുത സംഭവങ്ങളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അപ്പുറത്തും കണ്ടുപോയി. അജായിബ അൽമിൽ മലകൂതി വസറാഇറൻ നസൂതി വൽ ജബറൂതി ഐനൽ മുദർരിസ മസ്ജിദൽ ലഹൂതി സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ട ആ മലകൂത്ത് സമാവാത്ത് വൽ അർദിന് പുറമെ അതിന്റെ അപ്പുറത്ത് നാസൂത്തും ജബറൂത്തും, അതിന്റെ അപ്പുറത്ത് ലൗഹുൽ മഹ്ഫൂസും, അതിന്റെ അപ്പുറത്ത് സ്വർഗവും എല്ലാം കണ്ടു. സ്വർഗത്തിലൂടെ നടന്ന് സഞ്ചരിച്ചു, സ്വർഗത്തിൽ വിശ്രമിച്ചു. ഇവിടെ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ സന്താന നിയന്ത്രണം ചെയ്ത് മക്കളെ കൊന്നുകളയുന്ന മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഓ ജനങ്ങളെ, ലാ തഖ്തുലൂ ഔലാദക്കും ഖശ്യത ഇംലാഖിൻ. അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊല്ലരുത്. ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യഹും, അവർക്കും നിങ്ങൾക്കും നമ്മളാണ് ഭക്ഷണം തരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ. ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അർശും കുർസിയും ലൗഹും ഖലമും സ്വർഗവും നരകവും എല്ലാം കണ്ട്, നാസൂത്തും ജബറൂത്തും മുഴുവനും കണ്ട് തിരിച്ചു വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഭൂമിയിൽ ഭക്ഷണമുള്ളതുപോലെ ആകാശത്തിലും നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ഭക്ഷണം അല്ലാഹു തആല ദുനിയാവിൽ ഭൂമിയിലും വെച്ചിട്ടുണ്ട്, ആകാശത്തിലും വെച്ചിട്ടുണ്ട്. അന്ന് ചില മനുഷ്യന്മാർ ഇതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നടന്നു. ആകാശത്തിൽ എന്ത് ഭക്ഷണമാണുള്ളത്? ആകാശത്തിൽ ഇവിടെ ഭക്ഷണം, അവിടെ ഗോഡൌണുകളുണ്ടോ? അവിടെ വ്യാപാര സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചു. മറ്റു ചിലർ വെള്ളം മാത്രമാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് 2007 ആയപ്പോൾ സഹോദരങ്ങളെ, ശാസ്ത്രമണ്ഡലം തുറന്നു പറയുന്നത് കണ്ടില്ലേ? ആകാശലോകത്ത് ഐസ് ഫാക്ടറികളുണ്ട്.
ആകാശലോകത്ത് കൃഷിസ്ഥലങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് കൃഷിയും പഴങ്ങളും ഫലങ്ങളും ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്, ഐസ് ഫാക്ടറികളുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാരിതാ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അറിവ് ഇപ്പോഴും വളർന്നു വളർന്നു വരുന്നതേ ഉള്ളൂ, ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നും മനുഷ്യൻ പഠിച്ചിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പത്രം വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഓരോ വർഷത്തിലും കാണാം അമേരിക്കയുടെ ലണ്ടനിലെ പുതിയ പുതിയ യന്ത്രം കൊണ്ട് പുതിയ നക്ഷത്രം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന്. 2000 ഒരു പുതിയ നക്ഷത്രം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പത്തെ കൊല്ലം അത് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ ഈ ഭൗതിക അത്ഭുത പ്രതിഭാസങ്ങൾ പോലും കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇത് മുഴുവനും നമ്മൾ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. ആ ഇബ്രാഹിം നബിയെക്കാളും എല്ലാ അമ്പിയാക്കളെക്കാളും വലം യുദാനൂഹു ഫീ ഇൽമിൻ വലകറമീ فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. മുഴുവൻ അമ്പിയാക്കളെക്കാളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെയാണ്. വലം യുദാനൂഹു ഫീ ഇൽമിൻ, അറിവിന്റെ വിഷയത്തിൽ അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. വലാ കറമി, മഹത്വത്തിന്റെ വിഷയത്തിലും മുഴുവൻ അമ്പിയാക്കളും അല്ലാഹുവിന്റെ ഹബീബിനോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാ വസ്തുക്കളെ പേരും പഠിപ്പിച്ചു കൊടുക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അഖില ലോകത്തുള്ള അദൃശ്യമായ സംഭവങ്ങൾ മുഴുവനും കണ്ടിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം തുടങ്ങിയ അമ്പിയാക്കളാരും അല്ലാഹുവിന്റെ ഹബീബിനോട് അറിവിന്റെ വിഷയത്തിൽ അടുക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും വലിയ അറിവിന്റെ ഉടമസ്ഥരാണ്, ഏറ്റവും വലിയ തഖ്വയുടെ ഉടമസ്ഥരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും അധികം മഹത്വമുള്ളത് അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് അത്ഖയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇൽമ്, തഖ്വ, അതേ പ്രകാരം സൽ സ്വഭാവം, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. എന്താണ് സൽ സ്വഭാവം? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ ഹബീബായ നബിയേ, അവിടുന്ന് ലോകത്തെ മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു നൽകിയ സൽസ്വഭാവങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അതിന്റെ മുകളിൽ ഒരുമിച്ച് കൂടി കയറിയിരിക്കുന്ന ആളെ പോലെ സൽസ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. അങ്ങനെ ഇൽമ്, തഖ്വ, ധൈര്യം, ബുദ്ധി, തന്റെ ഇടം, ധീരത, സൽസ്വഭാവം, അങ്ങനെ തുടങ്ങി ഭംഗി, മനുഷ്യന് ഏതെല്ലാം നന്മകൾ ഉണ്ടാകാമോ ആ നന്മകൾ മുഴുവനും പൂർണ്ണമായ അവസ്ഥയിൽ നൽകപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ, റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്ന സഹാബികൾ എത്രയാണ് റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്നവർ, എത്രയാണ് റസൂലുള്ളാഹിനെ മദ്ഹ് പറയുന്നവർ. ചില ആളുകൾക്ക് ഒരു ധാരണ, റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പാടുണ്ടോ?
അത്ര പാടുണ്ടോ ഇത്ര പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിന് അനുവാദം കൊടുക്കുകയും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏതെങ്കിലും രാജാക്കന്മാർ കുറെ ആളുകളെ ഇരുത്തി പാട്ടുപാടിച്ച് ഉല്ലസിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ആളല്ല. കാരണം വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, അല്ലാഹുവിന്റെ വഹി കൂടാതെ അല്ലാഹുവിന്റെ കൽപ്പന കൂടാതെ ഒരു കാര്യവും അവിടുന്ന് ചെയ്തിട്ടില്ല, അവിടുന്ന് പറഞ്ഞിട്ടില്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്നതെല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കണം, നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം, അവിടുന്ന് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ തടയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആനന്ദത്തിന് വേണ്ടിയോ ആഹ്ലാദത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത്, പ്രശംസിക്കുന്നത് അത് സുന്നത്താണ്, അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ രോഗം ശിഫയാക്കി തരികയും നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരികയും ഉപദേശിച്ചു തരികയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ആ ഖുർആൻ കൊണ്ട് വഅദ് പറഞ്ഞു തന്ന്, ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് നിങ്ങളെ ഹിദായത്തിലേക്ക്, നിങ്ങളെ റഹ്മത്തിലേക്ക് അടുപ്പിക്കുന്ന ഐനുൽ ഹുദയായ, ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത് അടക്കലുകൾ ആളെ ചെറുത്താൻ കൊടുത്തിരുന്നു. പരിശുദ്ധ ഖുർആനും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന ഐനുൽ ഹുദയായ, ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഖുൽ, ഓ ഐ മഹ്ബൂബ്, ആപ് ഫർമായിയേ, ഓ മഹ്ബൂബായ നബിയേ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അത് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നു, ഫബിദാലിക ഫൽയഫ്റഹു, ഫബിദാലിക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ വന്നതിന്റെ പേരിൽ ഫൽയഫ്റഹു, ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. സന്തോഷം പ്രകടിപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ്. റസൂലുള്ളാഹിന്റെ വരവിൽ സന്തോഷിക്കുക, അതാണ് സഹാബത്ത് കാണിച്ചു തന്നത്. മഹാന്മാരായ സഹാബത്ത് ഇതുപോലെ സ്റ്റേജുണ്ടാക്കി, മെമ്പറുണ്ടാക്കി, ആ മെമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നബി തങ്ങളുടെ മദ്ഹുകൾ പറയുന്നു. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ മിമ്പറിലേക്ക് ഇരുന്ന് കയറി നിന്നു. അവിടുന്ന് അങ്ങ് തുടങ്ങിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഓഹു യാ ഹസ്സാൻ, നീ എന്നെ ആക്ഷേപിക്കുന്ന, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന, തൗഹീദിനെ ആക്ഷേപിക്കുന്ന മുശ്രിക്കുകൾ, ഖുറൈശികൾ, അവരുടെ ആക്ഷേപത്തിന് മറുപടി പറയണം. സുബ്ഹാനല്ലാഹ്, ഹസ്സാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയാനൊക്കെ തുടങ്ങിയപ്പോൾ ഖുറൈശികളെയാണ് പറഞ്ഞു വരുന്നത്. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, അല്ലയോ ഹസ്സാൻ, നീ ഖുറൈശികളെയാണ് പറയുന്നത്, ഞാനൊരു ഖുറൈശിയാണ്, എന്നെ നീ എന്ത് ചെയ്യും?
അവിടുത്തേക്ക് അറിയാത്തത് കൊണ്ടല്ല, ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കിക്കൊടുക്കുകയാണ്. ആ സമയത്ത് ഹസാൻ പറഞ്ഞു, ലഅസുല്ലന്നക കമാ യുസല്ലുൽ ഖൈതു മിനൽ അജീൻ. ഗോതമ്പപ്പൊടിയിൽ നിന്ന്, ഗോതമ്പ് മാവിൽ നിന്ന് നിഷ്പ്രയാസം ഒരു നൂല് വലിച്ചെടുക്കുന്നത് പോലെ ആ ദുഷ്ടന്മാരായ ആളുകളെ മുഴുവനും പറയുന്നതോട് കൂടെ തന്നെ അതിന്റെ ഇടയിൽ നിന്ന് തങ്ങളെ ഞാൻ ഒഴിവാക്കിയെടുക്കും നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. അല്ലാഹുവേ, എന്റെ ചരിത്രം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ, എന്റെ മധു പറയുന്ന ആൾ, എന്നെ പ്രശംസിക്കുന്ന ആൾ ഹസ്സാൻ ഇബ്നു സാബിത്ത്, അദ്ദേഹത്തിന് നീ ശക്തി കൊടുക്കണം പടച്ചവരെ, അദ്ദേഹത്തിന് നീ ശക്തി കൊടുക്കണമല്ല എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂൽ ദുആ ചെയ്യുന്നു. അവിടുന്ന് അതാ ആ മിമ്പറിൽ വെച്ചുകൊണ്ട് അങ്ങനെ മദ്ഹ് ആലപിക്കുകയാണ്. കൂട്ടത്തിൽ പറഞ്ഞു, വഅസ്സന മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഓ ഹബീബായ നബിയേ, അങ്ങയെപ്പോലെ ഇൽമുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ധീരതയുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ പ്രാപ്തിയുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ബുദ്ധിയുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ധർമ്മം ചെയ്യുന്ന മനുഷ്യരില്ല, അങ്ങയെപ്പോലെ കൃപയുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. അങ്ങക്ക് ഒരു ചെറിയ അയ്ബ് പോലുമില്ല, ഒരു ചെറിയ അയ്ബ് പോലും അവിടത്തേക്ക് ഇല്ല എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തപ്പോൾ സ്വഹാബികൾ മുഴുവനും കേട്ടിരിക്കുകയും അല്ലാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തി കൊടുക്കുകയും ചെയ്തുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എന്തുകൊണ്ടാണ് ഇത് പാടില്ലെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ചെയ്തുകൂടെന്ന് പറയുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അവർ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പഠിക്കാത്തതിന് പേരിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയും അവിടുത്തെ പ്രശംസിക്കുകയും അവിടുത്തെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അല്ലാഹു തആലയും അവന്റെ ഹബീബും പൊരുത്തപ്പെട്ടതാണ്. നമ്മെ കൊണ്ടത് പറയാൻ കഴിയില്ല. നമ്മെ കൊണ്ട് ആ വലിയ ആഴമേറിയ കടലിന്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യമല്ല. അതിന്റെ ചെറിയ വക്കിൽ നിന്ന് ചെറിയ സൂചി കൊണ്ട് കുത്തിയെടുക്കാൻ മാത്രമേ നമുക്ക് കഴിവുള്ളൂ. സഹോദരങ്ങളെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്താണ് ഇതിന്റെ വ്യാപ്തി, എന്താണ് ഇതിന്റെ വിശാലത? നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ജാഅത്ത് ബഖറത്തുൻ വഹിയ തതകല്ലം, ഒരു ബഖറത്ത്, ഒരു കാള ഓടി വന്നിട്ട് അതാ സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് സംസാരിക്കുന്നു. അപ്പോൾ സഹാബികൾ അത്ഭുതപ്പെട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലമു, എന്താണ് ഈ ബഖറത്ത് സംസാരിക്കുന്നുവല്ലോ, പശു സംസാരിക്കുന്നുവല്ലോ, കാള സംസാരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഈ കാള പറഞ്ഞതെന്നറിയുമോ? ഉന്നാര നബിയെ, ഹബീബായ നബിയെ, എന്റെ യജമാനൻ, എന്റെ ഉടമസ്ഥൻ എന്റെ പുറത്ത് വലിയ ഭാരം കെട്ടിച്ചുമക്കും, എന്നിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാത്ത അത്രയും ഭാരം എന്റെ പുറത്ത് വെച്ച് കെട്ടി എന്നെ തെളിക്കുന്ന സമയത്ത് എനിക്ക് നടക്കാൻ കഴിയാതെ ഞാൻ വീണു പോകുമ്പോൾ എന്നെ അടിക്കുന്നു നബിയേ,
എന്നൊരു പശു, ഒരു കാള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, ആ കാളക്ക് മാത്രമല്ല മുഴുവൻ ജന്തുക്കൾക്കും മുഴുവൻ മൃഗങ്ങൾക്കും ഗുണകരമായ റഹ്മത്തായ ഉപദേശം അവിടെന്ന് പറയുന്നു. ഓ ജനങ്ങളെ, ഇത് സംസാരിക്കാൻ കഴിയാത്ത ജന്തുക്കളാണെന്ന് നിങ്ങൾ അറിയില്ലേ? അതുകൊണ്ട് അവകൾക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരം നിങ്ങൾ അവകളെ കൊണ്ട് എടുപ്പിക്കരുത് കേട്ടോ, നിങ്ങൾ അവകളെ അടിക്കരുത് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ, അതാ മൃഗത്തിന് റഹ്മത്തായില്ലേ? ഒരു പക്ഷി ഓടി വരുന്നു, ഇതേപോലെ വളരെ സ്ഫുടമായി റസൂലുള്ളാഹിയോട് സംസാരിക്കുന്നു. എന്താണ് പറയുന്നത്? പുന്നാര നബിയെ, ഞാനും ഇന്നലെ വിരിഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളെയും വെച്ച് ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ആരോ ഒരാൾ വന്ന് ഞങ്ങളെ പിടിക്കാനൊരുങ്ങിയപ്പോൾ ഞാൻ പറന്നു കളഞ്ഞു. എന്റെ കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ കഴിയാത്തത് കൊണ്ട് അവകളെ പിടിച്ചുകൊണ്ടുപോയി. സഹോദരന്മാരെ, ആ സമയത്ത് റസൂലുള്ള ചോദിക്കുന്നു, ആരാണ് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഈ പക്ഷിയുടെ കുഞ്ഞിനെ പിടിച്ചത്? ഞാനാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നപ്പോൾ ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തിരിച്ചു കൊണ്ടുവാ. ആ മക്കളെ കൊണ്ടുവന്ന് പക്ഷിയെ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തള്ളയും മക്കളും വേറിട്ട് നിൽക്കാൻ പ്രായമെത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇതുപോലുള്ള പക്ഷികളുടെ മക്കളെ പിടിച്ച് തള്ളമാരെ വേദനിപ്പിക്കരുത് കേട്ടോ, അത് രണ്ടിന്റെയും ഇടയ്ക്ക് വിട്ടുപിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പക്ഷികൾക്കും റഹ്മത്തായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് കേട്ടില്ലേ? അതുപോലെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു നായ അതാ പച്ച മണ്ണ് നേവ് കൊണ്ട് നക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലായി ദാഹമുള്ളത് കൊണ്ടാണ് നനഞ്ഞ മണ്ണ് നാവ് കൊണ്ട് നക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഉടനെ തന്നെ ശരീരത്തിലിട്ടിരുന്ന തട്ടമെടുത്ത് വലിച്ചു കീറി അതുകൊണ്ട് കയറുണ്ടാക്കുകയും കാലിൽ ധരിച്ച സൂഴെടുത്ത് കൊട്ടക്കോരിയാക്കി ബക്കറ്റാക്കി ഉപയോഗിച്ച് കിണറിൽ നിന്ന് വെള്ളം കോരി ഈ നായക്ക് കൊടുത്തത് കൊണ്ട് മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു എന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ അതാ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ടുന്ന നായ തൊട്ടാൽ 7 വട്ടം കഴുകണം. എന്താണത്? വളരെ മുതല്ലമായ നജീസ്, ഗൗരവമായ നജീസാണ്. പക്ഷേ അവിടെ ഒരു വൈദ്യശാസ്ത്രമുണ്ട്. സാധാരണ ഭ്രാന്തളകിയ പേപ്പട്ടികൾ കടിച്ചാൽ ആ സ്ഥലത്ത് വെള്ളം തൊടാൻ പാടില്ല. ആ മനുഷ്യനെ വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഭ്രാന്ത് കൂടും. ഭ്രാന്ത് മുറുകിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ചികിത്സയില്ലെന്ന് ഉറപ്പാകുന്ന പക്ഷം പച്ചവെള്ളം പൊക്കിളിന്റെ അവിടെ കുത്തിവെച്ച് കൊടുത്താൽ ഈ ഭ്രാന്തളകിയ മനുഷ്യൻ മരിച്ചു പോവുകയും ചെയ്യും. അത്രയും അധികം ഈ പേപ്പട്ടി കടിച്ചതിനോട് വിരുദ്ധമാണ് വെള്ളം. ആ വെള്ളം കൊണ്ടാണല്ലോ നായ കടിച്ചാൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ വെള്ളം കൊണ്ട് രോഗം വർദ്ധിച്ചു പോയെങ്കിലോ? ഇതിന് പ്രതിവിധിയായി 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖ്സിലൂഹു 7 മർറാത്തിൻ ഇഹ്ദാഹുന്ന തുറാബ്. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. പക്ഷേ 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് ആവണം. സഹോദര, നിങ്ങൾ ചോദിക്കൂ, ഇന്ന് ഡോക്ടർമാരോട് പോയി ചോദിച്ചു നോക്കൂ, നായ കടിച്ചാൽ
അതിന് കുത്തിവെക്കുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്ന് മണ്ണിൽ നിന്നാണ് കണ്ടുപിടിക്കപ്പെട്ടത്. മണ്ണിൽ നിന്നാണ് ഇതിന്റെ മരുന്ന്. അതുകൊണ്ട് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നും അതിൽ നിന്ന് 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണമെന്നും വെള്ളം കൊണ്ട് വല്ല ദോഷങ്ങളും വരാനുണ്ടെങ്കിൽ അവ തടഞ്ഞു പോകാൻ മണ്ണ് ഉപയോഗിക്കണമെന്നും വൈദ്യശാസ്ത്രം പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വൈദ്യനായി ലോകത്ത് വേറെ ആരുമില്ല. അതാകമിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ 7 തൊട്ട വട്ടം കഴുകണമെന്ന് കൽപ്പിക്കപ്പെട്ട മുഹല്ലതായ നായ വീട്ടിൽ കള്ളന്മാര ശല്യമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വേട്ടയാടുന്ന ആവശ്യത്തിനോ അല്ലാതെ വീടുകളിൽ നായയെ വളർത്താൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാം അത്രയും നീചമായ നികൃഷ്ടമായ ഈ നായ അതിന് ജീവൻ കൊടുത്താൽ, അതിന് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്താൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തല്ലേ. ദഖലത് ഇംറഅത്തുൻ നാറ ഫീ ഹിർവത്തിൻ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു പെണ്ണ് നരകത്തിന്റെ അവകാശിയായി പോയി. എന്താണ് പെണ്ണ് ചെയ്തത്? ആ പൂച്ചയെ കെട്ടിയിട്ടു. വലം തുആകിൽഹാ, ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, ഒരു ഭക്ഷണവും കൊടുത്തില്ല. പൂച്ച എവിടെയെങ്കിലും പോയി വല്ല വണ്ടുപ്രാണികളെയും പിടിച്ച് ഭക്ഷിച്ച് ജീവിക്കുമായിരുന്നു. അതിന് വിട്ടയച്ചതുമില്ല. അങ്ങനെ പൂച്ചയെ കെട്ടിയിട്ട് പൂച്ച ചത്തുപോയി. അതുകൊണ്ട് ഈ പെണ്ണ് നരകത്തില് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, നായക്ക്, പൂച്ചക്ക്, എല്ലാ ജീവികൾക്കും അതുപോലെ ഒരു സാധനത്തെ അറുക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് എന്ത് പഠിപ്പിക്കുന്നു? നിങ്ങൾ നല്ല മൂർച്ചയുള്ള സാധനം കൊണ്ട് അറുക്കണം. പശുവിനെ ആരാധിക്കുന്ന ആളുകൾ ഇവര് ചോദിക്കും, ഇതിനെ അറുത്താൽ വേദനയാവില്ലേ? മൃഗത്തിനെ അറുത്താൽ വേദനയാവില്ലേ? സഹോദരന്മാരെ, അറുത്തിട്ടില്ലെങ്കിലോ? പശു ദൈവമാണെന്നും പറഞ്ഞിട്ട് അതിനെ അറുക്കാതെ എങ്ങനെ വളർത്തിയിട്ടാൽ കുറെ കാലം കഴിയുമ്പോ ആ പശുവിൽ നിന്ന് പാല് കിട്ടാതെയാവുകയും പശുവിനെ കൊണ്ട് ഉപകാരമില്ലാതെയാവുകയും ചെയ്യുമ്പോൾ ആരും അതിന് തിന്നാൻ കൊടുക്കില്ല, അതിന് പുല്ല് കൊടുക്കില്ല. അങ്ങനെ വഴുതിങ്ങനെ കിടന്ന് അവസാനം അത് ചത്തുപോകുന്നു. ആ ചാവുന്ന സമയത്ത് മണിക്കൂറുകളോളം കറകറയെന്ന് ചൊല്ലി മൗത്തിന്റെ വേദന ഈ പശുവിന് എത്രയെങ്കിലും സമയം വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചത്തുപോകാതെ, ജീവൻ പോകാതെ ഒരു പശുക്കളും ഇവിടെയില്ല. ആകയാൽ അതിനെ അറുക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ജീവൻ പോകുന്ന വിധത്തിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഹൽക്കും വലിയും മുറിച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഈ മൃഗത്തോടുള്ള കൃപയല്ലേ അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. അങ്ങനെ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളോട് അടുക്കുന്ന നമുക്ക് അതൊന്നുമല്ല കിട്ടാനുള്ളത്. നമുക്ക് ദുനിയാവിന്റെ ഗുണവും ഇവിടുത്തെ റഹ്മത്തും ഇവിടുത്തെ ഗുണങ്ങളും ഒന്നുമല്ല അവിടത്തോട് അടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് കിട്ടാനുള്ളത് അവിടുത്തെ പൊരുത്തം, നബിതങ്ങളുടെ പൊരുത്തം. നബിതങ്ങളുടെ പൊരുത്തം കിട്ടിയാൽ അല്ലാഹുവിന്റെ പൊരുത്തം ഉണ്ടായി.
മൻ അതാഅ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന് വഴിപ്പെട്ടു. നിനക്ക് നബിതങ്ങളോടുള്ള മഹബ്ബത്ത്, നബിതങ്ങളോടുള്ള പ്രിയം, നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പൊരുത്തം, അതാണ് മുഅ്മിനായ നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവൻ കാര്യങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദുനിയാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും എല്ലാം അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവിടത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് അവിടത്തെ പൊരുത്തം സമ്പാദിച്ച് അതുവഴി അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുകയാണ്. സഹോദരങ്ങളെ, ഏത് വിഷമഘട്ടങ്ങളിലും മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് പോയിട്ട്